ആ സംസാരിച്ചോ? എന്താന്ന് വെച്ചാ പറഞ്ഞു. രുക്മിണി ആരാ തടഞ്ഞത്? നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയല്ല. എന്റെ മകൾ വിവാഹപ്രായമായി നിൽക്കുക. നിങ്ങളുടെ മകൻ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുമുണ്ട്. എന്നിട്ടും എന്റെ മകൾ നിങ്ങളുടെ മകനെ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുക. അത് ശരിയല്ല. അത് രുക്മിണി വിടോന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ആദ്യം രുക്മിണിയുടെ മകളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞിട്ടൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെ മകനോട് പറഞ്ഞ് ഒന്ന് സംസാരിക്കാൻ പറ. എന്താ രുക്മിണി അങ്ങനെ പറയുന്നത്? ഞങ്ങൾ അക്കാര്യത്തെക്കുറിച്ച് രമ്യയോട് സംസാരിച്ചിട്ടില്ലെന്നാണോ രുക്മിണി വിചാരിക്കുന്നത്? ആ കുട്ടിയോട് പറഞ്ഞ ആ കുട്ടിക്ക് മനസ്സിലാവണ്ടേ? അതെ, ഉള്ള കാര്യം പറയാലോ. ആദ്യമൊക്കെ ഞങ്ങളും രാജു രമ്യയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചതാ. പക്ഷേ അവൻ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരാളെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കയറി വന്നാ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനും രമ്യയോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, രമ്യ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരരുതെന്ന്. അപ്പൊ രമ്യ പറയും, ഇത് രമ്യയുടെ വീടാണ്, ഇങ്ങോട്ടേക്ക് വരാനുള്ള അവകാശം രമ്യക്കുണ്ടെന്ന്. പിന്നെ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊന്നും എനിക്കറിയില്ല. എന്റെ മകളുടെ മനസ്സിൽ നിന്ന് ആ ഒരു ആഗ്രഹം ഇല്ലാതാവണം. അതിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. അതപ്പോ നന്നായേ. നിങ്ങളുടെ മകളുടെ മനസ്സിൽ നിന്ന് ഞങ്ങളുടെ മകൻ പോകണമെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? രുക്മിണി തന്നെ മകളെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ രുക്മിണിയുടെ ഭർത്താവില്ലേ രവിപിള്ള, പിള്ളച്ചേട്ടനോട് പറ. ഞാൻ പറയാവുന്നതിന്റെ പരമാവധി പറഞ്ഞു നോക്കി. എന്നിട്ടും ആ പെണ്ണിന് ഞാൻ പറയുന്നൊന്നും തലേ കേറുന്നില്ല. എങ്കിലേ നിങ്ങളുടെ മുഖം നല്ല അടിയുടെ കുറവാ. രുക്മിണി ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്ക്, ചിലപ്പോ കാര്യം നടക്കും. ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ദയവ് ചെയ്ത് രുക്മിണി ഞങ്ങളോട് വന്ന് വഴക്കുണ്ടാക്കരുത്. ഞങ്ങൾക്ക് നിങ്ങളോട് യാതൊരു വിരോധവും ഇല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഒരുമിച്ച് പോകേണ്ടവരാ നമ്മള്. അത് നിങ്ങൾ ഹരീഷിനെ ശ്രീലക്ഷ്മി ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞത്. അതെ, നിങ്ങളുടെ ഈ ഒരു കുടുംബം കാരണം എന്റെ 2 മക്കളുടെയും ജീവിതമാ തൊലഞ്ഞത്. രുക്മിണി, ഇതെല്ലാം നമ്മൾ തീരുമാനിക്കുന്ന പോലെയാണോ? ദൈവമല്ലേ എല്ലാം നിശ്ചയിക്കുന്നത്? ഉണ്ടായിരുന്ന ഒരു മകനെ കയ്യും കലാശവും കാണിച്ച് അവള് കൊണ്ടുപോയി. മകളാണെങ്കി ഒന്ന് കെട്ടിയ രാജുവിനെ മനസ്സിൽ ആഗ്രഹിച്ച് നടക്കുക. ഞാൻ എന്ത് ചെയ്യും എന്റെ ഈശ്വര?